ഇതൊക്കെ ആരവിടെ വെച്ചത്, ഒരു ഒതുക്കിപ്പെറുക്കി ആരും വെക്കില്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നൊക്കെ പറയും. സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തുകളും എല്ലാവരിലും സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് നമുക്ക് മുമ്പിൽ അതെല്ലാം എത്തുന്നത്. ഇപ്പം ഞാനടക്കമുള്ള എല്ലാവരും. അപ്പോൾ പഴയ എന്നെ ഇനി ആരും അന്വേഷിക്കേണ്ട, പഴയ എന്നെ ഞാൻ തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്തു കേട്ടോ. ചില മാറ്റങ്ങൾ നമ്മളൊരിക്കലും ആഗ്രഹിച്ചു വന്നതായിരിക്കില്ല, ചിലർ തന്ന അവഗണനയിലും പരിഹാസങ്ങളിലും വേദനയിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതുപോലെ അങ്ങനെ 500 നോട്ടൊന്നും എണ്ണാൻ കിട്ടത്തില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ട് നമുക്ക് എണ്ണാൻ തരില്ലല്ലോ, നമ്മൾ അധ്വാനിച്ച് നമുക്ക് ആത്മാഭിമാനത്തോടെ എണ്ണാൻ പറ്റാം. ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം ഒരു ഡൈൻമേ ലൈഫ് കണ്ടാലോ. രാവിലെ തന്നെ കുളി നനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. ബെഡ് കോഫി കഴിക്കുന്ന ശീലമൊന്നും എനിക്കില്ല, എന്നാലും ഇന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് നേരെ കിച്ചണിൽ പോയി നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഉണ്ടാക്കി കുടിക്കാം. ഇനിയിപ്പം ഡൈൻമേ ലൈഫ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടോ, ശരാശരി ഒരു വ്യക്തിയുടെ ഒരു ഡൈൻമേ ലൈഫ് ഇങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. നമ്മൾ രാവിലെ എണീക്കും, ഇനിയിപ്പോൾ നേരം വെളുത്തു, ഇനിയിപ്പോൾ എണീക്കണമല്ലോ, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എന്തെല്ലാം ജോലികൾ കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആദിയിലും ബേജാറിലും ഒക്കെയാണ് കേട്ടോ എണീറ്റ് വരിക. വഴിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരന്ന് കിടക്കണമെങ്കിൽ ഇതൊക്കെ ആരവിടെ വെച്ചത്, ഒരു ഒതുക്കിപ്പെറുക്കി ആരും വെക്കില്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡയലോഗ് അടിച്ചിട്ടൊക്കെ തന്നെ കേട്ടോ ഞാൻ വരിക. പിന്നെ നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും വരിക. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ അതിനൊക്കെ സെറ്റായി നമ്മളെ വീഡിയോ നല്ല പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ചിലവരൊക്കെ പറയും നിങ്ങൾ രാത്രി മേക്കപ്പ് ഇട്ടിട്ടാണോ കിടന്നുറങ്ങണേ. നമ്മൾ രാത്രി എണീറ്റ് പാടെ വീഡിയോ എടുക്കുകയല്ല, നമ്മൾ എണീറ്റ് അതിനനുസരിച്ച് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് ശരാശരി കോമൺ സെൻസുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. വീഡിയോക്ക് വേണ്ടി ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ആദ്യം ഒരു പാലും പാത്രം എടുത്തു, പാലെടുത്തു, എന്നിട്ട് ആ പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി, എന്നിട്ടൊരു കപ്പിലേക്ക് ഒഴിച്ചു, ആ ചായ ഞാൻ കുടിച്ചു. അല്ലേ, ഇങ്ങനെയൊന്നുമല്ല ശരാശരി നമ്മളൊരു ദിവസം എങ്ങനെ വെച്ചാൽ ഒരു സ്റ്റൗവിൽ നമ്മൾ പാൽ വെക്കും, ഇപ്പുറത്ത് നമ്മൾ ചായക്ക് വെള്ളം വെക്കും, അതിനപ്പുറത്ത് നിന്നിട്ട് നമ്മൾ പൊടി വാട്ടി കുഴക്കും പലഹാരത്തിനുള്ളത്, അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യും, അതിനോടൊപ്പം തന്നെ നമ്മൾ അരിയൊക്കെ വേവിക്കാനുള്ള വെള്ളം വയ്ക്കും. അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് തകൃതിയായിട്ട് അങ്ങ് ചെയ്യും. പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് വീഡിയോയുടെ പെർഫെക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ശരാശരി ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോ ചെയ്യുന്ന ദിവസങ്ങൾ ഒരു ദിവസം നമ്മളൊരു ഡൈൻമേ ലൈഫാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിനൊരുപാട് സമയം എടുത്തിട്ടാട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞാലും ഇതിൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ സമയമാവും കേട്ടോ. അതുപോലെ തന്നെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഡൈൻമേ ലൈഫ് ചെയ്യാത്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, പലരും ലൈഫും കാണുമ്പോൾ നമ്മളെല്ലാവരും അസൂയോടുകൂടി നോക്കും അല്ലേ. കാരണം അവരവരെ സന്തോഷങ്ങളും നിമിഷങ്ങളും മാത്രമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അവർക്കും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലും എല്ലാവരിലും ഉണ്ടായിരിക്കും, തല്ലൂടലും വഴക്കൂടലും എല്ലാവരിലും ഉണ്ടായിരിക്കും. അതൊന്നും ആരും നമ്മളെ മുമ്പിൽ എത്തിക്കില്ല. അതൊക്കെ ലാസ്റ്റ് ടൈം മാത്രമാണ് നമ്മളെ മുമ്പിലേക്കൊക്കെ എത്തണം. അത്രയും സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് നമുക്ക് മുമ്പിൽ അതെല്ലാം എത്തുന്നത്. ഇപ്പോൾ ഞാനടക്കമുള്ള എല്ലാവരും അവർ സന്തോഷങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഈ ഒരു വിഷയം ഞാനിവിടെ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും എന്നോട് തന്നെ പറയാറുണ്ട്, നിൻ്റെ ഒരു ലൈഫ് കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു പറയാറുണ്ടോ, നിനക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ്, ഇഷ്ടംപോലെ യാത്ര ചെയ്യുക, നിൻ്റെ ഇഷ്ടംപോലെയുള്ള ജീവിതം, അത് കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു പറയാറുണ്ട് കേട്ടോ. അവരോട് എനിക്ക് നേരിട്ടിട്ട് പറയാൻ പറ്റാത്ത കാരണം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ഒരുപാട് റിസ്ക് ഉണ്ട്, നമ്മൾ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ചിലതൊക്കെ നമ്മുടെ എൻജോയ്മെൻ്റ് ആയിട്ട്, നമ്മളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ, അതുകൊണ്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് നമുക്ക് വിഷമങ്ങളില്ല, സങ്കടങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല ഒന്നും അല്ല കേട്ടോ. ജീവിതത്തിൽ ഇപ്പോൾ ആർക്കും സങ്കടങ്ങളില്ലാത്ത ആരും ഉണ്ടായിരിക്കില്ല. നമ്മൾ ആരെ നോക്കിയാലും അവരിലൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സന്തോഷമൊന്നും ദൈവം ആർക്കും കൊടുക്കില്ല, എന്തെങ്കിലും ഒരു വിഷമം അപ്പുറത്ത് കൂടെ തന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് അഭിപ്രായം പറയുമ്പോൾ എന്നോട് പറയട്ടോ, നീ വല്ലാണ്ട് അങ്ങ് മാറിപ്പോയി, പഴയ ആളേ അല്ല ഇപ്പോൾ, ആദ്യം അധികം സംസാരിക്കാത്തൊരു ബന്ധമായിരുന്നു, ഇപ്പോൾ ആദ്യത്തെ രീതികളും ആദ്യത്തെ സ്വഭാവങ്ങളൊന്നും അല്ല നിനക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ പഴയ എന്നെ ഇനി ആരും അന്വേഷിക്കേണ്ട, പഴയ എന്നെ ഞാൻ തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്തു കേട്ടോ. ചില മാറ്റങ്ങൾ നമ്മളൊരിക്കലും ആഗ്രഹിച്ചു വന്നതായിരിക്കില്ല, ചിലർ തന്ന അവഗണനയിലും പരിഹാസങ്ങളിലും വേദനയിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. നമ്മളെ ഡൈൻമേ ലൈഫിലൊക്കെ എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. ഒന്നും അങ്ങനെയല്ല, ഒന്ന് സാധാ ചോറും നല്ലൊരു വെജിറ്റബിൾ കറിയും നല്ലൊരു ഉപ്പേരിയും നല്ലൊരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ചിരങ്ങയാണ് കേട്ടോ. ഈ ഒരു ചിരങ്ങ നമ്മൾ ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് വേവിക്കുക കേട്ടോ. ഉപ്പും പച്ചമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ട് നന്നായിട്ട് വെന്തുടയുമ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് വറവിട്ട് അങ്ങനെയാണ് കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ കഴിക്കുക. അധികം കുത്തൊന്നും ഇല്ലാതെ, മസാലപ്പൊടികളൊന്നും ഇല്ലാത്ത കുത്തൊന്നും ഇല്ലാതെ നല്ലൊരു മീൻ പൊരിച്ചതോ നല്ലൊരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വയറിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്കങ്ങനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആവാമെന്ന് വെച്ചാൽ ഇവിടെ വേറെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്ന ആൾക്കാരെ പരിഗണിക്കായിക്കല്ല കേട്ടോ, അവരെ പരിഗണിക്കുന്നത്. അവർക്ക് നല്ല അയല മുളകിട്ട് വെച്ചിട്ടുണ്ട്, നല്ല മീൻ പൊരിച്ചതും നല്ല ഉപ്പേരിയും കൂട്ടി അവർക്കും കഴിക്കാം കേട്ടോ. ഇനിയിപ്പം വെജിറ്റബിൾ വെച്ച് നമ്മൾ എങ്ങനെ വില കുത്തി മറിഞ്ഞുണ്ടാക്കിയാലും ഇപ്പോഴത്തെ മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് നെയ്ച്ചോറ്, ബിരിയാണി, മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ തന്നെ പറയാം വിശപ്പില്ല,
എന്ന് വേണ്ട കടിക്കണില്ല എന്നൊക്കെ പറയുന്നേ കേട്ടോ. കാരണം ഇന്ന് നേരം മറിച്ചല്ല, ഞാൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നെയ്ച്ചോറാണ് ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ ടേബിളിൽ ആളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒന്നും വെച്ചാൽ ആർക്കും വിശപ്പുണ്ടാവില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് കുക്കിംഗ് മാത്രമല്ലല്ലോ, നമുക്ക് വേറെയും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ ഒട്ടും ടൈം ഉണ്ടാവില്ല. എന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, പോകുമ്പോൾ ചിലപ്പോൾ രാത്രിക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ കറി മാത്രം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രാത്രി വരുമ്പോൾ പൊറോട്ടയോ ചപ്പാത്തിയോ പത്തിരിയോ ഒക്കെ വാങ്ങിച്ചിട്ട് വരും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിയും കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് പിന്നെ നിർബന്ധമല്ല, ഇനിയിപ്പോൾ അതാ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാലും കഴിക്കാതായിട്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ട. നിനക്ക് ഏത് നേരം ഊട്ടി പോവുകയാണോ പണിയെന്ന് ചോദിക്കാറില്ല. അങ്ങനെ ഊട്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചു കേട്ടോ ഈ ഒരു വഴുതനങ്ങ ഈ ഒരു ക്യാരറ്റും ഒക്കെ. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി വെക്കാനാണ്. ക്യാരറ്റ് എനിക്കിങ്ങനെ പച്ചക്ക് കഴിക്കാനാട്ടോ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. എപ്പോൾ ഊട്ടി പോയാലും ഷംനാസ് നിർബന്ധിച്ചിട്ട് ക്യാരറ്റ് മേടിക്കും കേട്ടോ. എനിക്ക് അവിടുത്തെ ക്യാരറ്റ് നല്ല ഇഷ്ടമാണ്, നല്ല മധുരമാണ് കേട്ടോ അവിടുത്തെ ക്യാരറ്റ്. പിന്നെ അങ്ങനെ പെട്ടെന്ന് കേടാവൊന്നുമില്ല. ഇത്രയും നേരം സംസാരിച്ചിട്ട് നമ്മളെ ഷോപ്പിൻ്റെ ഒരു പരസ്യം പറഞ്ഞില്ലല്ലേ. അപ്പോൾ ഈ ഒരു നൈറ്റി വന്നിട്ട് 1 വർഷത്തിൻ്റെ മേലെ ആയിട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം കള്ളം പറയല്ല കേട്ടോ, അതങ്ങനെ ചുരുങ്ങിയേ കളറുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു 10-600 പീസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു വർഷം മുന്നുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റി ഇട്ട വീഡിയോ കാണാൻ പറ്റും കേട്ടോ. കാരണം നല്ല മെറ്റീരിയലുമാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഷോൾ നെറ്റിയും മോഡൽ നെറ്റിയും കഫ്താൻ നെറ്റിയും അതുപോലെ തന്നെ എംബ്രോയ്ഡറി നെറ്റിയും അതുപോലെ നല്ല അടിപൊളി 3 പീസ് സെറ്റും കോഡ് സെറ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി മോഡലുകളുണ്ട്, നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും നല്ല വെറൈറ്റി മോഡലുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുഞ്ഞു ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ 10 പീസ് 3 പീസ് സെറ്റ് ആയാലും കോഡ് സെറ്റ് ആയാലും അതുപോലെ നൈറ്റി ആയാലും എല്ലാം നമ്മൾ 10 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടൊരു വരുമാനമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമായിരിക്കും അല്ലേ. കാരണം ഇപ്പോഴത്തെ നമ്മളെ ഒരു ലോകത്ത് എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട്, നമ്മൾ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിടുന്ന ഡ്രസ്സുകളൊക്കെ പലർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് മാറിയതാണ്. കാരണം ഞാനെപ്പോഴും ഇപ്പോൾ ഈടായിട്ട് ഞാനും മോനും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവന് ഓരോ ബിസിനസ് സാധ്യതകളെ കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഒരുപാട് കാശ് വേണം ബിസിനസ് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഒന്നുമില്ലാത്തൊരു ടൈമിൽ ലോകം എത്രത്തോളം പുരോഗമിക്കാത്തൊരു സമയത്ത് വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഓൺലൈൻ സെയിൽ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് 13 വർഷങ്ങൾക്ക് മുന്നേ ഞാനത് ചെയ്തു തുടങ്ങിയതാണ്. കാരണം അന്ന് ഞാനൊരു വീട്ടിൽ പോലും കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. വീട്ടിൽ വെച്ചാൽ ചെയ്തെങ്കിൽ പോലും നമ്മൾ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അവർ ഉപയോഗിക്കണ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരിങ്ങനെ വന്ന് ചോദിച്ചു എന്നല്ലാതെ ഒരു വീട്ടിലും ഞാൻ കൊണ്ടു കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ലേഡീസിലൊക്കെ അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അവരൊക്കെ അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇത്രയും വലിയൊരു ലോകത്ത് ഇത്രയും ജോലി സാധ്യതകളുള്ള ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ മടി കാരണമാണ്, നമ്മളെ അലസത കാരണമാണ്, അല്ലാതെ നമുക്ക് ജോലി സാധ്യതകളില്ലാഞ്ഞിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും ആ അഭിമാനത്തിന് ശ്രദ്ധ ഏൽപ്പിക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിന്നെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഗതിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നല്ല സുഖമാണ്, ഒന്നും അറിയണ്ട, വീട്ടിലത്തെ ഒരു ആവശ്യം അറിയണ്ട, ഞങ്ങൾ ഹസ്ബൻഡ് ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊള്ളിക്കണ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അതിലവർ സുഖം കണ്ടെത്തുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ കൊള്ളിച്ചിട്ട് എന്നോട് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഒരു കാര്യം തുറന്ന് പറയണം. ഇത്രയും വർഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചില്ല എന്ന് പറയണില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ഞാൻ ജോലി ചെയ്തില്ലെങ്കിലും മാഷാ അല്ലാ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പട്ടിണിയും പരിവട്ടമൊന്നും ഇല്ലാതെ കടങ്ങളും ബാധ്യതകളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ നമുക്കായിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നാലും നിർത്താത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലൊരു സംരംഭം ഉള്ളതാണ്, അത് നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ അധ്വാനിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ നിർത്തുക എന്നൊക്കെ എൻ്റെ ഉമ്മയെപ്പോലെ എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അവരോട് ഞാനങ്ങനെ നിർത്തിയാലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിർത്തിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവരോട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ, പറ്റണേൻ്റെ മാക്സിമം ചെയ്യുക. കാരണം പിന്നീട് നിനക്കിത് വേണമെന്ന് വെച്ചാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ചിരങ്ങ കറിയും അതേപോലെ തന്നെ നല്ല എന്താ പറയുക വഴുതനങ്ങ ഉപ്പേരി നല്ല അയല പൊരിച്ചതുമൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിനി ഷോപ്പിൽ പോവുകയാണേ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ഇന്നറും ഒരു ബ്ലാക്ക് ഷാളും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാണ് കേട്ടോ. ഇടാനൊക്കെ നല്ല സുഖമാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. ആ സുഖമുള്ള മെറ്റീരിയലാണ്. പക്ഷേ എല്ലാവരും പറയും കേട്ടോ എനിക്ക് സൈഡ് ഓപ്പണുള്ള ചുരിദാർ ഇട്ടാല ഭംഗി എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും യാത്രയിൽ അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഇടാൻ നല്ല സുഖമാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് ശരിക്കും ഒരു മാക്സി ഡ്രസ്സ് പോലെ ഒരു റോംബർ പോലെയൊക്കെ. പക്ഷേ ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരും കേട്ടോ കമൻറ്റ്, നമുക്ക് ഇത്രയും വയസ്സായില്ലേ ഇനി ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാതിരുന്നൂടെ, പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ. പക്ഷേ ഇതിലൊക്കെ എന്താ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഇടാറുള്ളത്, ഞാനിങ്ങനെ മോഡൽ ഡ്രസ്സ് ഉപയോഗിക്കില്ല
എന്നല്ല കേട്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ കമൻറ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു തീർത്തും അസൂയല്ലാത്ത കുറച്ച് പേരാണ് തോന്നുന്നു. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മൾ ജോലിയൊക്കെ നിർത്തുന്ന കാര്യം, നമ്മൾ ജോലി ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതുപോലെ അങ്ങനെ 500 നോട്ടൊന്നും എണ്ണാൻ കിട്ടത്തില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ട് നമുക്ക് എണ്ണാൻ തരില്ലല്ലോ. നമ്മൾ അധ്വാനിച്ചത് നമുക്ക് ആത്മാഭിമാനത്തോടെ എണ്ണാൻ പറ്റും, അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ. കാരണം നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന 1 രൂപയാൽ പോലും അത് നമ്മളെ കൺമുമ്പിൽ കാണുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ, വല്ലാത്തൊരു അഭിമാനമാണെന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ ഓരോ സെയിൽ കഴിയുമ്പോഴും നമുക്ക് നമ്മളെ കയ്യിൽ ഇങ്ങനെ 500 നോട്ടുകൾ വരുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ്. നമ്മളെ കൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമല്ലോ എന്നുള്ള വല്ലാത്തൊരു സംതൃപ്തി കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചിലവരൊക്കെ പറയും എനിക്ക് ഭയങ്കര അങ്ങനെ ധാരാളിത്വമൊന്നുമില്ല, അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ കാശ് ചിലവാക്കുള്ളൂ. അത് പിന്നെ എൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് കേട്ടോ, അല്ലാണ്ട് ഒരുപാട് ക്യാഷൊന്നും ഞാൻ ചിലവാക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.